പ്രശ്നങ്ങൾ ആകാശത്തു നിന്ന് വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള വിചാരമേ വേണ്ട. പൂജകൾ കൊണ്ടോ മറ്റു പ്രതിവിധികൾ കൊണ്ടോ യാതൊരു ഫലവുമില്ല. കല്യാണം അതൊന്നേ ഉള്ളൂ പരിഹാരം. ഒരാൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത് എന്തുകൊണ്ടാണെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. അവനവന്റെ കഴിവ് കൊണ്ടാണെന്ന് പലരും വിചാരിക്കും. തെറ്റാണ്. നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് അതൊക്കെ. ഓരോ നിയോഗമായിട്ടാണ് ഓരോ ജന്മവും ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്നത്. പൂർവജന്മത്തിലെ പാപപുണ്യങ്ങൾ അതാണ് നമ്മളെ ഈ ജന്മത്തിൽ നയിക്കുന്നത്. കർമ്മമോഹങ്ങളിൽ നിന്നുള്ള മോചനം അസാധ്യം. അതനുഭവിച്ചു തന്നെ തീരണം. എൻ്റെ ഏറ്റവും വലിയ മോഹമാണ് സിനിമയിൽ നായകനാകുന്നുള്ള കാര്യം. അതെനിക്കറിയാം. ഈ ജാതകക്കാരന് ആ ദിശയിൽ നല്ലൊരു ഭാവിയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ വിവാഹം നടക്കണം, അല്ലാതെ മറ്റു പ്രതിവിധികളൊന്നുമില്ല. ശരി സ്വാമിജി, എന്നാ ഞാൻ... ആയിക്കോട്ടെ. സ്വാമി, ഒരു സംശയം. ചോദിച്ചോളൂ. ആ വേദയുടെ അച്ഛൻ വാസുദേവന് വേണ്ടിയാ ഈ പയ്യനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാ ഞാൻ കരുതിയേ. എന്നാൽ ദേവപ്രയോട് പറഞ്ഞു നീലിൻ്റെ ജാതകത്തിൽ അത്തരം ദോഷങ്ങളുണ്ടെന്ന്. ഏതാണ് ശരി? വാസുദേവനോട് പറഞ്ഞതോ നീൽ മഹേഷിനോട് പറഞ്ഞതോ? ഒരു ജ്യോതിഷിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ എനിക്ക്? പറയുന്ന പ്രവചനം ശരിയായി തീരുക. അപ്രിയ സത്യങ്ങളുടെ കലവറയായിരിക്കും അവൻ്റെ മുമ്പിൽ വരുന്ന ഓരോ ജാതകവും. അതെല്ലാം തുറന്നു പറയാൻ നിന്നാൽ ഒരാളും പിന്നെ ജ്യോതിഷിയെ സമീപിക്കില്ല. നീൽ മഹേഷിൻ്റെ കാര്യത്തിൽ അവൻ്റെ ജാതകം പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ വാസുദേവനോട് പറഞ്ഞാൽ ശരിയാവില്ല. അയാൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇടപെട്ട് അയാളുടെ മകളുടെ ജീവിതം രക്ഷിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളോട് ആ വിധം പറഞ്ഞത്. കുഴപ്പം നീൽ മഹേഷിൻ്റെ ജാതകത്തിനാണ്. ഞാൻ പറഞ്ഞ പരിഹാരം ചെയ്തില്ലെങ്കിൽ അയാൾ ഒരിക്കലും ഒരു നടനാവില്ല.